പല വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ സുകുമാർ അഴീക്കോട് കണ്ട ജാതകങ്ങളിലെ ഏറ്റവും നല്ല ജാതകം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ സുകുമാർ അഴീക്കോടിൻ്റെയാണ്. കാരണം അദ്ദേഹം മേടലഗ്നാണ്. ആ മേടലഗ്നത്തിന് രവി 5ാം ഭാവാധീൻ രവി മേടത്തിൽ നിൽക്കുകയാണ്. മേടം എന്ന് പറഞ്ഞാൽ രവിയുടെ ഉച്ചക്ഷേത്രമാണ്. അപ്പോൾ എന്ത് പറ്റി? 5 എന്താണ്? പ്രജ്ഞാമേധ പ്രദീപ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്രാമാത്യതനുജക. അപ്പോൾ എന്ത് പറ്റി? പ്രജ്ഞാമേധ പ്രദീപ വിവേക. അപ്പോൾ ആ 5ാം ഭാവാധീന രവി ഉച്ചത്തിൽ ലഗ്നത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പ്രായത്തിൽ ഇത്ര മെൻ്റൽ പവർ. അതേപോലെ തന്നെ ഈ രവി വീണ്ടും പോയി അംശിച്ചിരിക്കുന്ന ചിങ്ങത്തിൽ തന്നെയാണ്, മൂലക്ഷേത്രത്തിൽ. പിന്നെ ലഗ്നാധിപൻ ആരോട് കൂടിയാണ് നിൽക്കണമെന്ന് പറയാം. മേടലഗ്നത്തിന് 9ാം ഭാവാധിപനും കൂടി വ്യാഴം ധനു ഭാഗ്യാധിപനോട് യോഗം ചെയ്ത് 11 ലാഭസ്ഥാനത്ത്. ലഗ്നാധിപൻ ഭാഗ്യാധിപനോട് യോഗം ചെയ്ത് ലാഭസ്ഥാനത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ജനിക്കുമ്പോൾ തന്നെ ഇപ്പം ഞാൻ പറയില്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ ദൈവം, അതായത് ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു കിട്ടിക്കുന്ന ഒരാളാണ്. ഈ ജന്മത്തിലൊക്കെ ഞാൻ അമ്പലത്തിൽ പോയില്ലെങ്കിലൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം അസുരന് വരം കിട്ടിയ മാതിരി നമുക്ക് ചുരുക്കി പറഞ്ഞാൽ, എന്നിട്ട് അസുരനെ പേടിച്ച് ശിവൻ ഓടിയ കഥകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. മുൻ ജന്മത്തിലെ നല്ല കർമ്മങ്ങളെ കൊണ്ട് പൂർണ്ണ ഈശ്വരാധീനത്തോടു കൂടി ജനിച്ച ഒരാളാണ് ഈ ഡോക്ടർ സുകുമാർ അഴീക്കോട്. അപ്പോൾ ഈ കുജൻ പോയിട്ട് അംശിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയോ? കുജൻ പോയിട്ട് അംശിച്ചിട്ട് മകരത്തിലാണ്. ഈ മകരത്തിൽ അംശിക്കുമ്പോൾ ഉച്ചസ്ഥനാണ്. അപ്പം ലഗ്നകാരകൻ രവി, ലഗ്നാധിപൻ കുജൻ. അപ്പം ലഗ്നകാരകൻ രവി, ആ രവി ആയിപ്പോൾ തന്നെ അയാൾ ഉച്ചസ്ഥനാവുകയാണ്. അതുമാതിരി നമുക്ക് അത് 5ാം ഭാവാധീനം കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മോഹൻലാൽ തന്നെ എന്തോ പ്രായമാകുമ്പോൾ ബുദ്ധിഭ്രമമൊക്കെ പിടിപെടും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് മോഹൻലാലിനെതിരെ. കാരണം ഒന്ന്, ചിങ്ങൻ രാശിയുടെ സ്വരൂപം സിംഹമാണ്. ആ ചിങ്ങൻ രാശിയുടെ നാഥനായ രവിയാണ് ലഗ്നത്തിൽ. അപ്പോൾ ഒരു സിംഹത്തിൻ്റെ, ഞാൻ സിംഹമാണ്, സിംഹത്തിന് എവിടെയെങ്കിലും പരാജയം അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സിംഹത്തിൻ്റെ ഇതാണ്. ഈ രാശി സ്വരൂപങ്ങൾ മുതൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആ വ്യക്തിയെ സ്വാധീനിക്കുകയാണ്. അപ്പോൾ സുകുമാർ അഴീക്കോട് ശരിക്കും പറഞ്ഞൊരു സിംഹമാണ്. ഞാനത് പഠിക്കണ കാലത്ത് ചിന്തിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ലഗ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളെങ്ങനെയായിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജാതകം കണ്ടു കിട്ടിയതാണ് ഈ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ. അതേമാതിരി തന്നെ നമ്മൾ പറയുന്നുണ്ട്, മേടലഗ്നത്തിന് 2ഉം 7ഉം ഭാവാധീനായ ശുക്രൻ മാരകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2ഉം 7ഉം 11 ജ്യോതിശാസ്ത്രത്തിൽ മാരകസ്ഥാനങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് 2ഉം 11 ധനസ്ഥാനമാണ്, 7 കാമിനി സ്ഥാനമാണ്. ഈ 2ഉം 7ഉം മൂലം അല്ലാണ്ട്, കാമിനി ധനം അല്ലാണ്ട് ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഒരു നാശവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് മാരകസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ്? ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. ഇപ്പോൾ പലരുടെ അധപ്പതനമൊക്കെ ഈ ധനം ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒക്കെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ 7ആയിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നാശം സംഭവിക്കും. ഈ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ ഈ ശുക്രൻ എവിടെയാണെന്നറിയോ? മീനത്തിലാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഭാവാധീനും ഇത് 7ാം ഭാവാധീനും 7ൻ്റെ കാരകനും 2 ശുക്രൻ തന്നെയാണ്. പക്ഷെ അത് മീനത്തിൽ പോയി. ഉച്ചസ്ഥനാണ്, പക്ഷെ അത് 12 പോയി. അപ്പം 3, 6, 8, 12 ജാതകത്തിലെ ദുസ്ഥാനങ്ങളാണ്. ഏതൊരു ഇതും മറഞ്ഞു പോയാൽ അത് അനുഭവം ഉണ്ടാവില്ല എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിവാഹം നടന്നില്ല. അപ്പം മോഹം ഉണ്ടായാലും പോലും വിവാഹം നടക്കില്ല. ഇനി നടന്നാലും ഈ 7ാം ഭാവത്തിനും കാരകനും ദുസ്ഥാനത്ത് പോയോണ്ട് നല്ലൊരു ജീവിതം കിട്ടില്ല. വിവാഹ ജീവിതം ബന്ധം നടന്നാലും അതെന്താ കാരണം വെച്ചാൽ അത് ജാതകഫല. പക്ഷെ അത് നടന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് അത്ര ശ്രേഷ്ഠമായുള്ള വ്യാഴം ലഗ്നാധിപനോട് യോഗം ചെയ്തുകൊണ്ട് വിവാഹം കഴിച്ചൊരു ദുരിതാനുഭവം. ഇപ്പം അതൊന്നും ഒരു പോരായ്മയായിട്ടൊന്നും കൽപ്പിക്കാൻ പറ്റില്ല. മഹർഷീശ്വരന്മാരൊക്കെ എത്ര ആദരിക്കപ്പെട്ടിരുന്നത് അവർക്ക് സന്താനം മൂലമൊന്നും അല്ലല്ലോ. അപ്പം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെ ജാതകപ്രകാരം അദ്ദേഹത്തിനുണ്ട്. ഇതേപോലെ തന്നെ എന്തൊക്കെ ചെയ്തിട്ടും ഉയരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ആ ജാതകങ്ങൾ പരിശോധിച്ചാൽ ആ ജാതകങ്ങളെല്ലാം അപ്രകാരമാണ്. ഇപ്പോൾ ഈ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റുള്ള ഏതൊരു ശാസ്ത്രം പോലെ നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആ ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം.